അറിവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു ചോദിക്കുകയുണ്ടായി, സാറേ ഏത് ജില്ലയിലാണ് നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ഏത് ജില്ലയിലേക്ക് അപേക്ഷിച്ചാലാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചേസ് ചെയ്ത് എത്താൻ പറ്റുന്ന ജില്ല ഏതാണ്? ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഓരോ ജില്ലയിലും വന്ന കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നിയമനങ്ങളുടെ നില എങ്ങനെയുണ്ട് എന്ന് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഓരോ ജില്ലയിലും കൃത്യമായിട്ട് പരിശോധിച്ച മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ജില്ല തിരഞ്ഞെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ വളരെ എളുപ്പത്തിൽ ജോലി കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ ജില്ലയിലും ഒഴിവുകളുണ്ട് അല്ലേ? ധാരാളം ഒഴിവുകളുണ്ട്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ധാരാളം ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ്. SSLC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 23,700, 52,600 ആണ് ഇതിന്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് 18 to 36 OBC-ക്കാർക്ക് 39 വയസ്സ് വരെയും SC/ST-ക്കാർക്ക് 41 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ അകത്ത് നമ്മൾ ഏത് ജില്ലയിൽ അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളത്, ഏത് ജില്ലയിലാണ് നമ്മൾ ഓരോ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ പടി എന്ന രീതിയിൽ നമുക്ക് ഓരോ ജില്ലയിലും വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം ഓരോ ജില്ലയിലും നടന്നിട്ടുള്ള നിയമനങ്ങൾ, ഇതുവരെയുള്ള നടന്നിട്ടുള്ള നിയമനങ്ങളുടെ നില എങ്ങനെയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഏത് ജില്ലയിലാണ് അപേക്ഷിക്കേണ്ടതെന്നതിനെ കുറിച്ച് നമുക്ക് ഒരു തീരുമാനത്തിലെത്താം. ആദ്യം നമുക്ക് കട്ട് ഓഫ് മാർക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് മാർക്ക് ജില്ലാ വൈസിൽ ഓരോ ജില്ലയിലും എത്രയാണ് വന്നതെന്ന് നോക്കാം. അത് തിരുവനന്തപുരം ജില്ല എടുത്താൽ കഴിഞ്ഞ പ്രാവശ്യം 74 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 74 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് വന്നത് എത്രയാണ്? 70.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ല എടുത്താൽ ആലപ്പുഴ ജില്ലയിലും 70.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ 84.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ല എടുത്താൽ 72 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ല എടുത്താൽ 68 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല എടുത്താൽ 72.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താൽ 71.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താൽ 72 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് കോഴിക്കോട് ജില്ല എടുത്താൽ 74.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ല എടുത്താൽ 74 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താൽ 70.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. വയനാട് ജില്ല എടുത്താൽ എത്രയാണ്? 69.33 ആണ് വയനാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ്, നിയമന നില എങ്ങനെയുണ്ട്, ഓരോ ജില്ലയിലും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല എടുത്താൽ തിരുവനന്തപുരം ജില്ലയിൽ 164 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ 99 ആണ് അഡ്വൈസ്, ഇതുവരെയുള്ള അഡ്വൈസ് നടന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 85 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ല എടുത്താൽ 66 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. കോട്ടയം ജില്ല എടുത്താൽ 110 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. എറണാകുളം ജില്ല എടുത്താൽ 174 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇടുക്കി ജില്ല എടുത്താൽ 55 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ല എടുത്താൽ 198 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. പാലക്കാട് ജില്ല എടുത്താലോ 161 നിയമനങ്ങളാണ് പാലക്കാട് ജില്ലയിൽ നടന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താൽ 160 നിയമനങ്ങൾ ആണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താൽ
98 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ 155 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താൽ 63 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. വയനാട് ജില്ല എടുത്താൽ 25 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഓരോ ജില്ലയിലും അഡ്വൈസ് ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ നമുക്ക് ഓരോ ജില്ലയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയിലെയും നമ്മൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ അഡ്വൈസ് ഡീറ്റെയിൽസും നമ്മൾ ഓരോ ജില്ലയിലും പരിശോധിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് ജില്ലയിലാണ് അപേക്ഷിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഉത്തമം? നമുക്ക് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന പ്രസ്തുത ജില്ലകളിലാണ്. ഒരു പരിധിവരെ കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതും ഇനിയും സാധ്യതയുള്ളതും ഈ ജില്ലകളിലാണ്. എന്നാൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്, അല്ലെങ്കിൽ അധികം ചേസ് ചെയ്യാൻ കട്ട് ഓഫ് മാർക്ക് പറ്റില്ല എന്നൊക്കെയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വയനാട് ജില്ലയോ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയോ ഒക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇടുക്കി ജില്ലയിലൊക്കെ കട്ട് ഓഫ് മാർക്ക് പൊതുവെ കുറവുള്ള ജില്ലകളാണ്. അതുപോലെ തന്നെ വയനാട് ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് കുറവുള്ള ജില്ലകളാണ്. ഇങ്ങനെയുള്ള ജില്ലകളൊക്കെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. പത്തനംതിട്ടയാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും അതുപോലെ തന്നെ എറണാകുളം ആണെങ്കിലും. എറണാകുളം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വലിയ പ്രയാസമില്ലാത്തതാണ്, കാരണം വെച്ചാൽ അവിടെ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും 72.67 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയും സെലക്ട് ചെയ്തെടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ജില്ലകളിൽ, ഞാൻ പറഞ്ഞ ജില്ലകളിൽ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് നിയമനങ്ങൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂടുതൽ നിയമനങ്ങൾ കൊണ്ടുവന്ന് വളരെ എളുപ്പത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി നേടാനും ഒക്കെ സാധിക്കുന്ന ജില്ലകളാണ് ഞാൻ ഈ പറഞ്ഞ ഏതൊക്കെയാണ്. തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, അതുപോലെ തന്നെ മലപ്പുറം അല്ലെങ്കിൽ തിരുവനന്തപുരം, അതുപോലെ തന്നെ വേറെ ഏത് ജില്ലയാണ്? ഈ കണ്ണൂർ ജില്ല. ഇങ്ങനെയുള്ള ജില്ലകളിലൊക്കെ തന്നെ നിയമനങ്ങൾ പൊതുവെ കൂടുതൽ നടക്കുന്ന ജില്ലകളാണ്. പ്രസ്തുത ജില്ലകളൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ പെട്ടെന്ന് തന്നെ ജോലിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാനൊക്കെ പ്രസ്തുത ജില്ലകൾ വഴി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മറ്റു ജില്ലകളിലെല്ലാം തന്നെ നിയമനങ്ങൾ നടക്കുന്ന ജില്ലകളാണ്. എങ്കിൽ പോലും നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റിയ ജില്ലകളാണ് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല നിങ്ങളുടേതായ രീതിയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ 14/1/2026 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതിനു മുമ്പായിട്ട് തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.